ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇത്തരം മയക്കുമരുന്ന് ലോബി വല വീശിയിരിക്കുന്നത് പെൺകുട്ടികളിലേക്കാണ്. ഈ കുട്ടി എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, മാഡം ഈ പുകച്ച് കഴിഞ്ഞാൽ ഫിറ്റായിരിക്കുന്ന സാധനമാണോ ഉദ്ദേശിച്ചത്? അവന്റെ ഭാഷയിൽ നിന്ന് നാട്ടിൻപുറത്തിന്റെ ഒരു ഭാഷയിൽ പറഞ്ഞൊരു കാര്യമാണ്. എന്റെ ഇപ്പോഴത്തെ ഏറ്റവും ലാസ്റ്റ് പേഷ്യൻസിന് 10 വയസ്സുള്ളൂ. കറക്റ്റ്, 10 വയസ്സുള്ള ഒരു കുഞ്ഞാണ്. അറബ് രാജ്യങ്ങളിൽ ഒരു അല്പം കഞ്ചാവോ അല്ലെങ്കിൽ മയക്കുമരുന്ന് ഏതെങ്കിലും ഒന്ന് കയ്യിൽ വെച്ചാൽ തല കാണില്ല, അല്ലെ ജീവിതം പോയി. നമസ്കാരം. മുഖങ്ങളുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മുഖങ്ങൾ പലപ്പോഴും വിവിധ വ്യത്യസ്ത മേഖലകളിൽ വർത്തിക്കുന്ന ആൾക്കാരെ പരിചയപ്പെടുത്തുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഒരുപാട് പേരെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഏറെ വ്യത്യസ്തയായ ഒരു വനിതാ രക്തത്തെയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുന്നത്. ഡോക്ടർ ഗീത ജേക്കബ്. നമസ്കാരം. നമസ്കാരം. ബാംഗ്ലൂർ ആണ് ഗീത ജേക്കബിന്റെ തട്ടവെങ്കിൽ ഇന്ന് കേരളത്തിലേക്കും കൂടി അല്ലേ ഒരു ലുക്ക് ആഫ്റ്റർ വന്നിരിക്കുന്നു. കേരളത്തിലെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വളരെ വ്യത്യസ്തമാർന്ന മേഖലകളിൽ സഞ്ചരിക്കുന്നവരാണ് ഈ പ്ലാറ്റ്ഫോമിൽ നമ്മൾ പരിചയപ്പെടുന്നത്. ഇന്ന് എന്തുകൊണ്ടാണ് ഗീത ജേക്കബിനെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞാൽ, ഗീത ജേക്കബ് ഇടപെടുന്ന മേഖല അത്രത്തോളം ക്രൂഷ്യലായിട്ടുള്ളൊരു മേഖലയാണ്. ഒരുപക്ഷെ ഇന്ത്യയിലെ അല്ലെങ്കിൽ നമ്മുടെ യുവജനങ്ങളെ നിഷ്ക്രിയരാക്കിക്കൊണ്ടിരിക്കുന്ന, ആ സമൂഹത്തിനെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിപത്തിനെതിരെയാണ് ഡോക്ടർ ഗീത ജേക്കബ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മയക്കുമരുന്ന് ലോബിക്കെതിരെ 3.5 പതിറ്റാണ്ടായി, 35 വർഷത്തിലധികം സേവന സന്നദ്ധരായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ഗീത ജേക്കബിന്റെ പ്രവർത്തനങ്ങളിലൂടെ എനിക്ക് തോന്നുന്നു ഒട്ടനവധി ആളുകൾ തിരികെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട് അല്ലേ? ഒരു സൈക്കോളജിസ്റ്റ് ആണ്, അതിലുപരി ഒരു എന്താ പറയുന്നത്, ഈ രംഗത്ത് വന്നിട്ടുള്ള അപജയത്തിനെതിരെ ശക്തമായി പോരാടുന്ന ഒരു വ്യക്തിയാണ്. ശരിക്കും എന്നിട്ടും സങ്കടം തോന്നുന്നില്ലേ നമുക്ക് ഈ ഇത്രയേറെ പ്രവർത്തനങ്ങളിലേക്ക് ഈ 3.5 പതിറ്റാണ്ട് കടന്നു വന്നിട്ടും ശരിക്കും ഒരു റിസൾട്ട് ഓറിയന്റഡ് എൻഡിലേക്ക് നമ്മുടെ രാജ്യം കടന്നു വരുന്നില്ല, എസ്പെഷ്യലി കേരളം വരുന്നില്ല, അതിലും കൂടുതലായിട്ട് പറഞ്ഞാൽ കൊച്ചി വരുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണിത്. അതായത് 89 ഇത് ഒഫീഷ്യലി നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ വളരെ ചുരുക്കം ആൾക്കാരായിരുന്നു ഡ്രഗ് കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു ക്യാമ്പസിൽ ഇത്ര പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തുച്ഛമായ എണ്ണമാണ്. അത് അവർ കൺസ്യൂം ചെയ്തിട്ട് ഉണ്ടാവുള്ളൂ. ഡ്രഗ്സ് എന്ന് ഒരു ഡ്രഗ് അഡിക്റ്റ് എന്ന് പറയാനും മാത്രം ഉള്ളതില്ല. ഏറ്റവും കൂടുതലായിട്ട് അന്ന് കേട്ടിരുന്ന വിഷയം എന്ന് പറയുന്നത്, വളരെ തുച്ഛമായ പേരുകൾ പറയാൻ, കഞ്ചാവ്, അല്ലെ മാൻഡ്രാക്സ് എന്ന് പറയുന്ന ഗുളിക, അല്ലെങ്കിൽ പെതലിൻ എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ. ഇനി ഇതൊന്നും അല്ലാതെ പ്രൊഫഷണൽ കോളേജിൽ ഒരു കാര്യം ഉണ്ടായിരുന്നു, സ്നേക്ക് ബൈറ്റ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരു വളരെ പരിമിതപ്പെട്ടതായിരുന്നു. ഇന്നിപ്പോൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ പേരുകൾ തന്നെ ഓരോ ദിവസം പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ലെവലിൽ കെമിക്കൽ ഡ്രഗ്സ് വന്നു തുടങ്ങി. അതെ അതെ അതെ, പല രീതിയിലും. എക്സാക്ട്ലി അതെ അതെ. എന്തായാലും ഇത് വളരെ സിന്തറ്റിക് ഡ്രഗിന്റെ പിന്നാലെ. പക്ഷേ ഇവിടെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിനെ സംബന്ധിച്ച് പറയുമ്പം പലപ്പോഴും നമ്മുടെ ഇവിടുത്തെ ഏജൻസികൾ, പോലീസ് ആയാലും എക്സൈസ് ആയാലും മറ്റ് ഈ പറയുന്ന ഗവൺമെന്റിന്റെ എല്ലാ ഏജൻസികളും വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് തോന്നുന്ന രീതിയിൽ ഇടപെടുന്നത് മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് ഒട്ടേറെ ഇവൻ പെത്തെന്ന് പറയുന്ന സംഭവം, അതിന്റെ ഒരു 2500 കിലോയോളം വരുന്ന ഒരു ശേഖരം ഒരു ഷിപ്പിലൂടെ, പാകിസ്ഥാൻ ഷിപ്പിലൂടെ നമ്മുടെ കോസ്റ്റ് ഗാർഡ് അടക്കമുള്ളവർ പിടിച്ചെടുത്തു. പിന്നീട് പറയുന്നത് ഈ മഞ്ഞുമൽ അടക്കമുള്ള 2-3 യുവാക്കളിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു നേവിയിലേക്ക് ചേരാനായിട്ട് പ്രാക്ടീസ് ചെയ്തൊരു പയ്യനാണ്, ഹൈദരാബാദിൽ പോയി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആള് ഇവിടേക്ക് ഇതേപോലുള്ള മയക്കുമരുന്നുകൾ എത്തിക്കുന്നു. ഇവരൊക്കെ അറസ്റ്റ് ചെയ്തു, അവരുടെ ഫോട്ടോ അടക്കം ഇവിടെ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ആ കുട്ടികൾ ഇന്ന് ചിലപ്പോൾ ജയിലിലായിരിക്കും. പക്ഷെ അവരിലേക്ക് ഈ പറയുന്ന മയക്കുമരുന്നുകൾ കൊടുത്തിരുന്ന ലോബിയുടെ യഥാർത്ഥ തലവന്മാർ ഇന്നും വിലസുകയാണ്. അല്ല, അത് ഒരിക്കലും നമ്മൾ അറിയാറില്ലല്ലോ, ഇതിന്റെ പുറകിൽ ആരാന്നുള്ളത് അറിയുന്നില്ലല്ലോ. ഈ എൻഡ് ആര് നമ്മൾ പിടിച്ചു, അത് ലീഗലി ആരാണ് കോട്ട്, ആ വ്യക്തിയെ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. ഇത് എവിടെ നിന്ന് വന്നു, ഇതിന്റെ ഉറവിടം എവിടെയാണ്, ഏത് രാജ്യത്തു നിന്ന് വന്നു, അല്ലെ നമ്മുടെ രാജ്യത്ത് തന്നെ ഇതിനൊരു ഹെഡ് ക്വാർട്ടേഴ്സ് കാണുമല്ലോ, ആരെങ്കിലും ഉണ്ടാവും. ദർ മേ ബി എ ലീഡർ ഫോർ ദ ഹോൾ തിങ്. അതൊന്നും നമ്മൾ അറിയുന്നില്ല. ഉണ്ടാവും. ഇവരൊക്കെ ചിലപ്പം ഈ പറഞ്ഞ നിയമപാലകർക്ക് അറിയുന്നുണ്ടാവും. കാരണം നേരത്തെ നമ്മൾ പലപ്പോഴും സൂചിപ്പിച്ചല്ലോ, ഇതൊരു ബയോവാറാണ്. നമ്മള് മാനുഷിക വിഭവശേഷിയിൽ ഏറ്റവും കൂടുതൽ യുവജനങ്ങളുള്ള ഒരു രാജ്യമാണ് ഇന്ന് ഇന്ത്യ. അതെ, നമ്മുടെ വെൽത്ത് എന്ന് പറയുന്നത് തന്നെ ജനസംഖ്യയുടെ പെരുപ്പമാണ്. മറ്റു രാജ്യങ്ങളെക്കാൾ കൂടുതൽ ആൾശേഷിയുള്ള, മാനവ വിഭവശേഷിയുള്ള ഒരു രാജ്യം, അതിൽ ഏറ്റവും കൂടുതൽ യുവാക്കളുണ്ട് എന്ന് പറയുമ്പോൾ ആയുർദൈർഘ്യം നോക്കുമ്പോൾ ഇന്ന് വൃദ്ധജനങ്ങൾ കുറവും യുവാക്കളുടെ എണ്ണം കൂടുതലുമാണ്. ഇവിടെ അടുത്ത തലമുറ എന്ന് പറയുന്നത് ലോകരാജ്യങ്ങൾ ഭയപ്പെടുന്ന ഈ യുവതയുടെ സ്ട്രെങ്തും അവരുടെ ബ്രെയിൻ സ്ട്രെങ്തുമാണ്.
അത് എത്രത്തോളം മോശമാക്കപ്പെടുത്താം, അതിനെ തകർത്ത് കളയാം എന്നുള്ളതിന് ഏക ഉപാധിയാണ് ഈ മയക്കുമരുന്ന്. അത് കാരണം നമ്മൾ അണ്ടർ ഡെവലപ്ഡ് എന്നുള്ള സ്റ്റേജിൽ നിന്ന് വളരെ സ്പീഡായിട്ടാണ് ഇന്ത്യ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ രീതിയിലും, സാമ്പത്തികമായിട്ടും യൂത്തിന്റെ കപ്പാസിറ്റിയിലും എല്ലാം. അപ്പൊ ഇത് തകർത്തില്ലെങ്കിൽ നമ്മൾ ലോകരാജ്യങ്ങളിൽ വന്നിട്ട് ഇപ്പം ഇത്രാം സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞ് 1ാം സ്ഥാനത്ത് എത്താൻ അധികം ദൂരമില്ല. ഒരുപക്ഷെ നമ്മളെ പിന്നിലേക്ക് വലിച്ചതും ഈ പറയുന്ന ഫോർത്ത് എസ്റ്റേറ്റ് അടക്കമുള്ള ആളുകളുടെ ഇടപെടലുകൾ തന്നെയാണ്. തീർച്ചയായിട്ടും. അപ്പൊ ഇവരൊക്കെ നോക്കുമ്പം ഇതിനെ ഡിസ്ട്രക്ട് ചെയ്യാൻ പല രീതിയിൽ നോക്കാം. നമുക്ക് ഒരു യുദ്ധമുറയിൽ നോക്കാം, സാമ്പത്തികമായി അവരെ ഡൗൺ ആക്കാൻ നോക്കാം. പിന്നെയുള്ളത് എന്തൊക്കെ ചെയ്താലും പിന്നെയും ഈ കിളുത്തു വരിക എന്ന് പറയുന്നത് നമ്മളുടെ യുവത്വത്തിന്റെ സ്ട്രെങ്ത് ആണ്. അതിനെ എത്രത്തോളം നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ തീർന്നു. എന്തും അങ്ങനെയാണല്ലോ, മുളയിൽ തന്നെ നശിപ്പിച്ചു കഴിഞ്ഞാൽ തീർന്നു. അവരുടെ ആ ഒരു സംഭവത്തിനെ നശിപ്പിക്കുകയും ചെയ്യാം. ഒരു വലിയ ഡോളർ ഇൻ ടേൺ ഇവിടെ ഒരു ഡിസ്ട്രക്ഷൻ നടക്കുമ്പോൾ അവർ നേടുന്നത് നമ്മുടെ പണം അവരിലേക്ക് അത്രത്തോളം ഹ്യൂജ് മണി ഇൻ എ ഷോർട്ട് ടൈം അങ്ങോട്ട് പോവുകയാണ്. ചെറിയ ഒരു പദാർത്ഥം ഒരു വെടിക്ക് 2 പക്ഷി രണ്ടും നടന്നു. അതെ, ഈ പറയുന്നത് പോലെ എനിക്കൊന്ന് 20,000 കോടി രൂപയിലധികമാണെന്ന് ഷിപ്പിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ള ഈ മയക്കുമരുന്നുകളിൽ ഈ പറയുന്ന കോസ്റ്റൽ ഗാർഡ് കണ്ടെത്തിയിട്ടുള്ളത് 20,000 കോടിയിലധികം രൂപയാണ്. അപ്പം ഇതേപോലെ ഒരു ചെറിയ ഗ്രാം കണക്ക് ഉള്ള ചെറിയ സംഭവങ്ങൾ കൊണ്ടുവരുമ്പോൾ പോലും 3-4 കോടിയുടെ ഒരു ബിസിനസ് കേരളത്തിൽ നടക്കുന്നുണ്ട്. ഈവൻ നമ്മളുടെ ചെറിയ ചെറിയ പോക്കറ്റുകളിലൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇത്തരം മയക്കുമരുന്ന് ലോബി വല വീശിയിരിക്കുന്നത് പെൺകുട്ടികളിലേക്കാണ്. പ്രത്യേകിച്ച് കൊച്ചിയെ സംബന്ധിച്ചിട്ട് വിവിധ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് കൊച്ചിയുടെ ഭ്രമിപ്പിക്കുന്ന കൊച്ചിയുടെ നഗരത്തിലേക്ക് ചേക്കേറുന്ന പെൺകുട്ടികൾ, അവർക്ക് ഇവിടെ വരുമ്പോൾ ചെറിയ ഒരു പോക്കറ്റ് മണിയിലായിരിക്കും അവരുടെ വീട്ടിൽ നയിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ ഒരു ജോലി ഉണ്ടെങ്കിൽ തന്നെ ചെറിയൊരു സംഖ്യയാണ് കിട്ടുന്നത്. അവരെ വലവീശി പിടിക്കുന്ന ചെറുപ്പക്കാർ, കാരിയറായിട്ട് വരുന്നതെല്ലാം ചെറുപ്പക്കാർ തന്നെയാണല്ലോ. അവരെ വലവീശി പിടിക്കുകയും പ്രേമം അഭിനയിക്കുകയോ അഭ്യർത്ഥിക്കുകയോ ചെയ്യുന്നു. അങ്ങനെ അവരുടെ വലയിൽ അകപ്പെടുമ്പോൾ ഏതെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ആ കുട്ടികൾക്ക് ഈ പറയുന്ന ഡ്രഗ് നൽകുകയാണ് ഉണ്ടായത്. അതിൽ നിന്നുണ്ടാകുന്ന ഒരു ഉന്മാദമുണ്ട് അല്ലേ? അതൊരു പക്ഷെ അത് സെക്സിലേക്കും പിന്നീട് അത് ദൈനംദിന ജീവിതത്തിൽ അതൊരു അവിഭാജ്യ ഘടകമാക്കി മാറുന്ന രീതിയിലേക്ക് അവർ വരികയാണ്. ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന നമ്മളുടെ കാമുകൻ അഭ്യർത്ഥിക്കുന്ന രീതിയിൽ അവർ കാരിയർ ആകുകയോ അറിയപ്പെടാതെയെങ്കിലും അവന്റെ കൂടെ കാറിൽ സഞ്ചരിക്കും. ഒരുപാട് പെൺകുട്ടികൾ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ടുള്ള യാത്രാ മധ്യേ ചെറുപ്പക്കാരുടെ കൂടെ കാറിൽ വരുന്നു. അവരുടെ കാറിൽ നിന്ന് മയക്കുമരുന്ന് കണ്ടെത്തുമ്പോൾ ആ പെൺകുട്ടിയാണ് എക്സ്പോസ് ചെയ്യപ്പെടുന്നത്. അവളുടെ ലൈഫ് പോവാണ്, അവളുടെ വിവാഹ സ്വപ്നങ്ങളൊക്കെ പൊലിയുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ അവിടെയാണ് ഡോക്ടർ ഗീതാ ജേക്കബിനെ പോലെയുള്ള ആളുകൾക്ക് ഇവിടെ വർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉള്ളത്. അത് നമ്പർ പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. കാര്യം നമ്മൾ ഡെയിലി ഏതെങ്കിലുമൊക്കെ കേസ് അറ്റൻഡ് ചെയ്തുകൊണ്ടായിരിക്കുന്നത്. ആൻഡ് വി വർക്ക്, എൻ്റെ ഈ സൊസൈറ്റി യുണൈറ്റഡ് ഫോർ ഡി അഡിക്ഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്ന സുഡർ എന്ന് പറയുന്ന തമിഴ് വാക്ക്, അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ദീപം, നാളം, വെളിച്ചം എന്നൊക്കെ പറയുന്ന എന്നൊരു, അതായത് ഒരു ഡാർക്ക് ആൻഡ് ലൈഫിലേക്ക് നമ്മളൊരു ദീപം കാണിക്കുന്നു, ഒരു വെളിച്ചം കാണിക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ സംഘടനയുടെ ഒരു ഭാഗമായി നമ്മൾ സൗത്ത് മൊത്തം ഇപ്പം വർക്ക് ചെയ്യുന്നുണ്ട്, സൗത്ത് ഇന്ത്യ മൊത്തം വർക്ക് ചെയ്യുന്നുണ്ട്. ഓൾ ഇന്ത്യയിലേക്ക് നമ്മൾ വ്യാപിപ്പിക്കാനുള്ള ആ ഒരു സ്ട്രെങ്ത്തിലോട്ടാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ സൗത്ത് ഇന്ത്യയിൽ തന്നെ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൗണ്ട് പറയാൻ പറ്റാത്തത്ര ആൾക്കാർ ഇതിലോട്ട് പേഷ്യൻസ് ആയിട്ട് കടന്നു വരികയാണ്. എനിക്കൊന്ന് ഈ അടുത്ത കാലത്ത് ഏതോ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്, എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും ലാസ്റ്റ് പേഷ്യൻസിന് 10 വയസ്സേ ഉള്ളൂ. കറക്റ്റ്, 10 വയസ്സുള്ള ഒരു കുഞ്ഞാണ്. അതെ, അത് ഞാൻ പറയുമ്പോൾ കുഞ്ഞാണെന്നും കൂടെ പറയാറുണ്ട്. കാരണം നമ്മളുടെയൊക്കെ മനസ്സിൽ 10 വയസ്സെന്ന് പറയുന്ന ഒരു കുഞ്ഞ് തന്നെയാണ് അല്ലേ? ഒരു കുട്ടി എന്നുള്ള ഒരു കുഞ്ഞ് എന്നൊരു അമ്മയ്ക്ക് ഒരു മാതൃത്വത്തിൽ തോന്നുന്ന ഒരു പ്രായമേ ഉള്ളൂ 10 വയസ്സുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത്. ആ ഒരു കുട്ടി പോലും അഡിക്റ്റ്, കൺസ്യൂമർ അല്ല, അഡിക്റ്റ് എന്ന് പറയുമ്പോൾ ഒന്ന് ചിന്തിച്ചോളൂ നമ്മൾ എത്രത്തോളം നമ്മളുടെ ആ ഒരു അത് തന്നെ എത്ര ഡേഞ്ചറസ് ആയിട്ടാണ് നമ്മുടെ കുടുംബങ്ങൾ പൊക്കോണ്ടിരിക്കുന്നത്. ആൺകുട്ടിയാണ്. അത് ആ വീട്ടിൽ ചേട്ടനും അനിയനും 2 പേരും അഡിക്ട്സ് ആണ്. ചേട്ടന്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചേട്ടൻ ഇതിന് കൺസ്യൂമറായി, അനിയൻ കാണാനിടയായി, അനിയൻ ചോദ്യം ചെയ്തു, അനിയനെ വായടപ്പിക്കാൻ ചേട്ടനെടുത്ത ഒരു മാർഗമാണ് ഈ പർട്ടിക്കുലർ കേസ്. പക്ഷെ അല്ലാതെയും ഈ കുട്ടികൾക്കെല്ലാം വളരെ വളരെ പോപ്പുലറാണ്, അവർക്ക് വളരെ പോപ്പുലറായിട്ട് അറിയാം. ഇതൊന്നും ആർക്കും തന്നെ, ഞാൻ പറയാനാണെങ്കിൽ കൊച്ചി തന്നെ ഒരു സ്ഥലത്ത് ഒരു ക്ലാസ് എടുക്കാൻ പോയിരുന്നപ്പോൾ കുറച്ച് ഇൻറ്റീരിയർ ആയിട്ടുള്ള സ്ഥലത്താണ് ഞാൻ. ഇൻഫാക്ട് അവിടെ സാറ് പറഞ്ഞോളൂ എന്ന് പറയുമ്പോഴും എനിക്കൊരു ഹെസിറ്റേഷൻ ഉണ്ടായിരുന്നു. ഹൗ ഡു ഐ സ്റ്റാർട്ട്? ഈ കുഞ്ഞുങ്ങളുടെ അടുത്ത് എന്താന്ന് പറഞ്ഞാൽ തുടങ്ങേണ്ടത്? ലഹരി വസ്തുക്കൾ എന്ന് പറയുമ്പോൾ ഈ അറിയാൻ മേലാത്തൊരു കാര്യത്തെക്കുറിച്ചാണോ ഞാൻ പറയുന്നത്? അപ്പം ഞാനൊരു ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു, ഈ ലഹരി വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലുള്ളത് എന്താണ് ഒന്ന് പറയാമോ? അപ്പം ഞാൻ വിചാരിച്ചു ഒരു വല്ല മദ്യപാനത്തെക്കുറിച്ചൊക്കെ ആയിരിക്കും പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ് റൂം
റൂമിൽ തന്നെ ക്ലാസ് എടുത്തത് കൊണ്ട് ആ കുട്ടി എണീറ്റ് നിന്ന് കഴിഞ്ഞാൽ ഡെസ്കിനേക്കാൾ ഇച്ചിരി പൊക്കം കൂടി ഉള്ളൂ. അപ്പോൾ ആ കുട്ടിയുടെ ഏജും ആ ഒരു ഇത് ഒന്ന് ഊഹിക്കാമല്ലോ, നമ്മൾ ഹൈറ്റ് കമ്പയർ ചെയ്യുമല്ലോ, പക്ഷെ അത്രയ്ക്കുള്ള പ്രായമേ ഉള്ളൂ, കൊച്ചുകുട്ടിയാണ്. ഈ കുട്ടി എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, മാഡം ഈ പുകച്ച് കഴിഞ്ഞാൽ ഫിറ്റായിരിക്കുന്ന സാധനമാണോ ഉദ്ദേശിച്ചത്? അവൻ്റെ വളരെ അവൻ്റെ ഭാഷയിൽ നിന്ന്, നാട്ടിൻപുറത്തിൻ്റെ ഒരു ഭാഷയിൽ പറഞ്ഞൊരു കാര്യമാണ്. ഞാനത് അത്രയും പറഞ്ഞ് പകച്ചു നിന്ന സമയത്തിനോടകം അയാൾ ഒരു ലിസ്റ്റ് ഓഫ് പ്രോഡക്ട്സിൻ്റെ ഉപയോഗരീതി ഉൾപ്പെടെ നരേറ്റ് ചെയ്തു. സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. പിന്നെ ക്ലാസ് എടുക്കാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. കാരണം ഈ കൊച്ചു കുട്ടിക്ക് പോലും വളരെ കൃത്യമായി എന്തൊക്കെ വസ്തുക്കൾ എങ്ങനെയൊക്കെ ഉപയോഗിക്കണം, ഉപയോഗിച്ചാൽ എന്ത് പറ്റും, എന്താണ്, ഇതെല്ലാം അവന് വ്യക്തമാണ്. ഇല്ല, കൂടെയുള്ള കുട്ടികളിൽ നിന്ന് തന്നെ കണ്ടു കേട്ടു അറിയുന്നതാണ്, ഇവരറിയുന്നതാണ്, ഇവർക്ക് അറിയാതെയല്ല. സോ ദാറ്റ് മീൻസ് ഇറ്റ്സ് സോ വെൽ പോപ്പുലർലി നോൺ. ഇവർക്ക് ആർക്കും ഇതൊന്നും അറിയാത്ത ഒരു വിഷയമല്ല, വളരെ വളരെ കോമൺ ആയിട്ട് കുട്ടികൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. മലനാട് ടിവിയുടെ ഈ 13 വർഷത്തെ യാത്രക്കിടയിൽ ഒരു ദിവസം ഒരു ലേഡി ജേർണലിസ്റ്റ് എന്നോട് ചോദിച്ചിട്ടുണ്ട്, സാറ് എം അടിച്ചിട്ടുണ്ടോ ജോയിന്റ് എന്നൊക്കെ പറഞ്ഞു. സത്യത്തിൽ അന്ന് എനിക്ക് അറിയത്തില്ല അതിനെ കുറിച്ച് എന്താണെന്ന്. അപ്പൊ എന്നോട് ചോദിച്ചു, സാർ ഈ കാര്യത്തിലൊന്നും അപ്ഡേറ്റഡ് അല്ലെന്നാണ് ചോദിച്ചത്. ആസ് എ ജേർണലിസ്റ്റ് അല്ലെങ്കിൽ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ശരിക്കും ഞാൻ വിചാരിച്ചത് ശരിയാണല്ലേ, ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മളുടെ ആ വിവരം വളരെ കുറവാണ്. അല്ല, അതായത് തലമുറകൾ ഡെവലപ്പ് ചെയ്തിരുന്ന കാലഘട്ടം പോയി. ഇപ്പം പെർ ഡേ ഡെവലപ്മെന്റ് ആണ്, പെർ അവർ ഡെവലപ്മെന്റ് ആണ്. എവറിത്തിങ് ഈസ് ചേഞ്ചിങ് അവർലി ബേസിസ്. അപ്പൊ അതുകൊണ്ടുള്ള അപ്ഡേഷൻസ് നമ്മൾ അറിഞ്ഞോളൂ നിർബന്ധമില്ല. പക്ഷെ ഇങ്ങനെയുള്ള സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അറിയാതെയും തരവില്ല. ഇതിൽ എത്രത്തോളം കലാകാരന്മാർ അകപ്പെട്ടിട്ടുണ്ട്. ഇപ്പം പലപ്പോഴും സിനിമാ രംഗത്ത് ഇതിന്റെ ഒരു കടന്നുകയറ്റത്തെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ചില ചലച്ചിത്ര താരങ്ങൾ, അതാണും പെണ്ണും, അറസ്റ്റിലായിട്ടുണ്ട് ഈ വിഷയം. അത് എന്തുകൊണ്ടാണ് അവരെ ചിലർക്ക് പോസിറ്റീവ് പറയുകയും ചെയ്തിട്ടുണ്ട്. അതെ, അത് ഞാൻ കാണുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അത്രയും അഫോർഡബിലിറ്റി വേണം, എല്ലാവർക്കും പറ്റുന്നില്ല. അതെ 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 അതെ. പിന്നെ ഒരു സോർട്ട് ഓഫ് ഹീറോയിസം എന്ന് പറയുന്നത് നന്നായിരിക്കും. എന്ന് പറയുമ്പം ഹീറോയിൻ അതിൽ ഉൾപ്പെടുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞു. നമ്മൾ പറയില്ലേ ഒരു ഹീറോയിസം കളിക്കുക എന്ന് പറയുന്ന ഒരു സ്ലാങ്ങി പറയില്ലേ എന്ന് പറഞ്ഞ പോലെ ഇത് ഒരു ഫാൻസിയാണ്. എങ്ങനെ ഹെയർ സ്റ്റൈൽ ഒരു ഫാൻസി ആയിട്ട് എടുക്കുന്നോ, ഡ്രസ് കോഡ് ഒരു ഫാൻസി ആയിട്ട് എടുക്കുന്നോ, ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ പെരുമാറുന്ന ഒരു ഫാൻസി ആയിട്ട് എടുക്കുന്നതാണ്. പിന്നെ അവർക്ക് അതിനൊക്കെ സാമ്പത്തികവും പറ്റുന്നുണ്ട്. ഒരു സാധാരണക്കാരന് അഫോർഡബിൾ അല്ല ഇപ്പോൾ വരുന്ന കെമിക്കൽ ഡ്രഗ് പലതും. അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ ക്ലാസ് എടുക്കുമ്പോഴും ഞാൻ പറയുന്ന ടീച്ചേഴ്സിനോടൊക്കെ അല്ലെ പേരൻസിനോട് പറയുമ്പം ക്രൈം റേറ്റ് കൂടുന്നതും ഇതുകൊണ്ട് തന്നെ സംഭവിക്കുന്നു. നമ്മൾ ക്രൈം എന്ന് പറഞ്ഞ് കാണുന്നത് ഡ്രഗ് യൂസ് ഇസ് എ ക്രൈം, ഡ്രഗ് സെല്ലിംഗ് ഇസ് എ ക്രൈം. പക്ഷെ ഇതിൻ്റെ ഇടയിൽ നടക്കുന്ന വേറെ കുറെ കാര്യമുണ്ട്. ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് അടുത്ത ഡോസ് മേടിക്കാൻ പൈസ ഇല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും, വീട്ടിൽ നിന്നുള്ള ഒരു മോഷണം അല്ലെ ഒരു മർഡർ അല്ലെങ്കിൽ എന്തും, ഈവൻ പോണോഗ്രാഫി പോലും ഇതിൻ്റെ ഭാഗമാണ്. പോണോഗ്രാഫി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഡ്രഗ് യൂസ് ചെയ്ത ഒരു വ്യക്തിയെ, ഒരു പെൺകുട്ടിയെ മറ്റൊരാൾ ദുരുപയോഗപ്പെടുത്തുന്നതല്ല. കുടുംബാംഗങ്ങൾ തന്നെ ഡ്രഗ് കൺസ്യൂമർ ആണെങ്കിൽ ഈ പറഞ്ഞ വീഡിയോ എടുത്തു കൊണ്ടുപോയി മറ്റുള്ളവർക്ക് കൊടുത്ത് അത് പൈസയ്ക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. നമ്മളിതൊക്കെ വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ കേട്ട് കഴിഞ്ഞു. ഇതൊക്കെ വളരെ ആദ്യം കേട്ടിരുന്ന സമയം അയ്യോ എന്ന് നമ്മൾ നെഞ്ചത്ത് കൈവച്ചിരുന്ന കാര്യങ്ങൾ കൊച്ചുകുട്ടികൾ, ഞാൻ ഈ പറഞ്ഞ പോലെ കൊച്ചുകുട്ടികൾ, അവന് ഡ്രഗ്സ് വേണമെങ്കിൽ അവന് ഈ പറയുന്ന സപ്ലയേഴ്സ് കൊടുക്കുന്ന ടാസ്കുകളിൽ ഒന്നാണ് യു ഡു വൺ തിങ്. നിൻ്റെ വീട്ടിലുള്ള ഇന്നാരുടെ നീ ഈ പറയുന്ന ഡ്രസ് ചേഞ്ച് ചെയ്യുന്നതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതുപോലെ പ്രൈവറ്റായിട്ട് എടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും വീഡിയോ ഷൂട്ട് എടുത്ത്, കാര്യം അതിന് ഒറിജിനാലിറ്റി ഉണ്ടല്ലോ, അവിടെ ഒരു അഭിനയമല്ലല്ലോ, ഒറിജിനൽ ആയിട്ടുള്ള അങ്ങനത്തെ സീൻ കൊണ്ടുപോയി ഇവർക്ക് ഫോണിൽ ഹാൻഡ് ഓവർ ചെയ്താൽ, അതായത് ഈ കുട്ടിക്ക് ഫോൺ പോലും കൊടുക്കുന്നുണ്ടെന്ന് ചുരുക്കം, അത് ചെയ്ത് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യുമ്പം ഇറ്റ് ഈസ് റീപ്ലേസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് മണി. പൈസയ്ക്ക് പകരം വന്നാൽ അടുത്ത ദിവസം വന്നേക്കാം, ഇനി അതിനടുത്ത ഡോസ് വേണമെങ്കിൽ അടുത്ത ടാസ്ക് വരും. അത്രയും അധപ്പതിച്ചു പോവുകയാണ് നമ്മളുടെ ജീവിത രീതി തന്നെ, നമ്മുടെ സംസ്കാരം തന്നെ അധപ്പതിച്ചു പോകും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വീട്ടമ്മമാര്, അതെ അതെ. പക്ഷെ അതൊരു ഈ പറഞ്ഞ ഗ്യാങ്ങിലൊക്കെ പെട്ടുപോയിട്ട് വരുന്നതാണ്. പക്ഷെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ കാണുന്നത് ഒരു 20-25 മേലോട്ടുള്ള ആൾക്കാർ ഇതിന്റെ കൺസ്യൂമേഴ്സ് അല്ല, വളരെ അപൂർവമാണ്. അതായത് വിരളം എന്ന് പറയാവുന്ന വളരെ ലെസ് നമ്പേഴ്സാണ്. പക്ഷെ അതിന് താഴെയുള്ള
കൂടുതലും സ്റ്റുഡൻറ് ലൈഫിൽ ഏർലി സ്റ്റേജിൽ നിൽക്കുന്ന ഈ പറഞ്ഞ 9 10 പ്രായം തൊട്ട് ഒരു 18-20 ഇവരുടെ ടാർഗറ്റ് ഗ്രൂപ്പ്, സെല്ലറുടെ ടാർഗറ്റ് ഗ്രൂപ്പ്. ബിക്കോസ് അവർക്ക് ഇതിൻ്റെ വരുമരായികൾ കാര്യമായിട്ട് അറിയില്ല. ഓക്കെ, ആൻഡ് മോസ്റ്റ് ഇമോഷണൽ ഷിഫ്റ്റ് ഉള്ള ഏജാണ് സൈക്കോളജിക്കലി പറയാനാണെങ്കിൽ. നമ്മൾ പറയില്ലേ ഈ കൗമാരപ്രായത്തിലുള്ള കുട്ടികളെ നിയന്ത്രിക്കാൻ ഇച്ചിരി പാടാന്ന് നമ്മൾ പറയും. എപ്പോഴും എല്ലാ തലമുറയിലെയും പേരൻസ് പറഞ്ഞിരുന്ന ഒരു പരാതിയാണത്. തലമുറ മാറുമ്പോൾ അത് മാറുന്നുമുണ്ട്. ആ ഒരു ഫ്രിക്ഷൻ അവർ മാനസികമായിട്ട് അനുഭവിക്കുന്ന സമയത്ത് പലപ്പോഴും പേരൻസ് എന്നുള്ള നിലയ്ക്ക് നമ്മൾക്ക് അവരെ മനസ്സിലാക്കാനും അവരോട് അടുത്തിടപഴകാനും നമ്മളുടെ ഈ ജീവിത ഓട്ടത്തിനിടയിൽ സമയം കിട്ടുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളെ ഈ പറഞ്ഞ കാവൽമാർ കണ്ടുപിടിക്കുകയാണ്, ഈ പെഡലേഴ്സ് കണ്ടുപിടിക്കുകയാണ്. വെൻ ദേ സീ എ ഗ്ലൂമി ചൈൽഡ്, അല്ലെങ്കിൽ ഒരു ഐസൊലേറ്റഡ് ലൈഫ് പാറ്റേൺ യൂസ് ചെയ്യുന്ന കുട്ടി, ഇങ്ങനെയുള്ളവരെയൊക്കെ കണ്ടു കഴിയുമ്പോൾ അവർക്ക് ഈസി ആയിട്ട് ഒരു സൈക്കോളജിസ്റ്റ് റെക്കഗ്നൈസ് ചെയ്യുന്നതിനേക്കാളും മുന്നേ അവർ തിരിച്ചറിഞ്ഞ് ആ കുട്ടിയെ ട്രാപ്പ് ചെയ്യും. ഇതൊരു എനർജി ബൂസ്റ്ററാണ്, ടെമ്പററി എനർജി ബൂസ്റ്ററാണ്. അത് കഴിയുമ്പോൾ ഇതിന്റെ ഇരട്ടിക്ക് പോവും, ആള് തീരും. അപ്പൊ ഈ എപ്പോഴും ഇത് ഉപയോഗിച്ചിട്ടുള്ളവരെ ഞാൻ ഇന്റർവ്യൂ ചെയ്ത സമയത്തൊക്കെ അവർ പറയാറുണ്ട്, അതിന്റെ ഒരു എനർജി നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആണ്, അല്ലെങ്കിൽ നമുക്ക് അത് റിവീൽ ചെയ്യാൻ കഴിയാത്തതിനപ്പുറമൊക്കെയാണ്. ഭക്ഷണം വേണ്ട, ഉറക്കമില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ സിനിമയിലാണെങ്കിൽ കഥ എഴുതുന്നതിനും മറ്റതിനും ഒക്കെ ഇത് അപ്പൊ ഇതൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മളുടെ പഴയ കാലത്ത് കാനാബീസ് അല്ലെ, കഞ്ചാവ് കഴിക്കുന്നവര് ബുദ്ധിജീവികൾ ബുജി സ്റ്റൈലാണ്. പിന്നീട് ഈ കവിതകളിലൊക്കെ സാഹിത്യം കൂടുതൽ വരണമെങ്കിൽ പലപ്പോഴും നമ്മുടെ കവികളിൽ പോലും പ്രശസ്തരായ മരിച്ചുപോയ പല കവികളും ഇത് ഉപയോഗിക്കുന്നത് ഞാനും കണ്ടിട്ടുണ്ട് അടുത്ത്. അപ്പൊ ഈ അത്തരം സാഹചര്യങ്ങളിൽ വരുന്ന ഒരു എന്താ പറയുന്നത്, അവരോട് തോന്നുന്ന ഒരു ബഹുമാനം പലപ്പോഴും ഇതിന്റെ അഡിക്ഷനിലേക്ക് കൊണ്ടുവന്നു. അത് പറയുമ്പം എനിക്ക് മറ്റൊരു കാര്യം പറയാതിരിക്കാൻ വയ്യ. സ്റ്റുഡൻസിനിടയിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സബ്സ്റ്റൻസ് കൺസ്യൂം ചെയ്ത് കഴിയുമ്പോൾ കൂടുതൽ മണിക്കൂർ അവർക്ക് ഉണർന്നിരിക്കാനും ഷോർട്ട് ടൈമിൽ, ഈ പല കുട്ടികളും ഈ അവസാന നിമിഷം പഠിക്കുന്ന പിള്ളേരാണ്, ഷോർട്ട് ടൈമിൽ പഠിക്കാൻ അത്ര മണിക്കൂർ ഒറ്റ സ്ട്രെച്ച് ഉണർന്നിരുന്ന് പഠിച്ച് പരീക്ഷ എഴുതി എങ്ങനെയെങ്കിലും പാസ്സാകുക, ഇതിനു വേണ്ടി എടുക്കുന്നത് ഷോർട്ട് കട്ടായിട്ട് എടുക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ഒരു ഷോർട്ട് കട്ടും അവിടെ കൊണ്ട് തീരുകയുമാണ്. അവരുടെ ജീവിതം അവിടെ കൊണ്ട് തീർന്നു പോവുകയാണ്. അവർ റിയലൈസ് ചെയ്യുന്നില്ല ഇത് കഴിഞ്ഞാൽ ഈ റിസൾട്ട് വന്ന് ഞാൻ എന്തെങ്കിലും ഒരു പൊസിഷനിലെത്തി ജീവിക്കാൻ ഞാൻ ഉണ്ടാവണ്ടേ. ഒരു ഗുണമില്ലല്ലോ, ഒരു ഡിഗ്രി മാത്രം എൻ്റെ കൂടെ ഉണ്ടായില്ല. തീർച്ചയായിട്ടും ഇപ്പോഴും നമുക്ക് നേരത്തെ പറഞ്ഞില്ല, എനർജി ബൂസ്റ്ററാണ്, അതിഭീകരമായിട്ടുള്ള സാഹിത്യ ശക്തിയൊക്കെ കടന്നു വരും, വിഭവാത്മകമായ സാങ്കല്പിക ലോകത്തേക്ക് നമ്മൾ പോകും എന്നൊക്കെ പറയുന്നെങ്കിലും അതിന്റെ കുറച്ച് കാലങ്ങൾ കൊണ്ട് ഈ കുട്ടി ഗ്രാജുവലായിട്ട് രോഗിയായിട്ട് തീരുകയാണ്. അതെ അതെ, വളരെ ചുരുക്കം കാലത്തിൽ, അതൊരു ലോങ് ഡ്യൂറേഷൻ ഒന്നും അല്ല. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ തന്നെയുള്ള ആളുകളൊക്കെ ഇതൊക്കെ ഉപയോഗിക്കുന്നവരിൽ വിഷാദ രോഗം കൂടുതലാണ്. മുഖത്തെ എക്സ്പ്രഷൻസ് കണ്ടാൽ പ്രേതങ്ങളെ പോലെ ഇരിക്കും. അല്ലെങ്കിൽ തുടങ്ങുന്ന തന്നെ വിഷാദത്തിൽ നിന്നാണ്. അപ്പൊ അവരുടെ ആ മുഖത്തെ എക്സ്പ്രഷൻസ് ഒക്കെ നമുക്ക് കാണുമ്പോഴത്തേക്ക് നിർജീവമാണ്, ചിന്തകളിൽ അല്ലെങ്കിൽ കണ്ണുകളിലൊന്നും തിളക്കമില്ല, അതൊക്കെ നഷ്ടപ്പെട്ട് ശരിക്കും പറഞ്ഞാൽ ജീവിക്കുന്ന പ്രേത രൂപത്തിലാണ് അവർ വീണ്ടും മാറുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിനെ കുറിച്ചാണ് ഈ ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് എന്താണ്, അതായത് ഇത് നമ്മളൊരു 2 സെഗ്മെന്റ് ആയിട്ട്, പല സെഗ്മെന്റ് ആയിട്ട് തിരിക്കാം. അതിൽ മിനിമം 2 സെഗ്മെന്റ് ആയിട്ട് തിരിച്ചു കഴിഞ്ഞാൽ 2 സെഗ്മെന്റ് ആൾക്കാരാണ് ഇതിൽ പെടുന്നത്. ഒന്നാമത് ഓൾറെഡി ഐ എം ഡിപ്രസ്ഡ്, എനിക്ക് ഒത്തിരി ഒരു ലോൺലിനെസ് ഫീൽ ചെയ്യുന്നു, എനിക്ക് ജീവിതത്തോട് ഒരു അകൽച്ച, ഒരു താല്പര്യക്കുറവ്, ആ ഒരു സെഗ്മെന്റ് ആണ് ഇതിലോട്ട് തേടിപ്പോകുന്നതോ അല്ലെങ്കിൽ ഈസി ആയിട്ട് വീഴുന്നതോ. അടുത്ത സെഗ്മെന്റ് എന്ന് പറയുന്നത് സാഹചര്യത്തിന്റെ പ്രലോഭനത്തിൽ വരുന്നവരാണ്. ഇറ്റ് ക്യാൻ ബി ഈ പറഞ്ഞ പെൺകുട്ടികളാണെങ്കിൽ പ്രേമം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വരുന്നവർ, അല്ലെങ്കിൽ പണത്തിന് ആവശ്യമുള്ളവർ, അവരെ തിരിച്ചറിഞ്ഞ് അവർക്ക് കൊടുക്കുക. സോ സിറ്റുവേഷണൽ ഇൻഫ്ലുവൻസിൽ വരുന്നവരാണ് രണ്ടാമത്തെ സെഗ്മെൻറ്റിലുള്ളവർ. അവർ കാരിയർ ആണെങ്കിലും ശരി, കൺസ്യൂമർ ആണെങ്കിലും ശരി, ഈ 2 സെഗ്മെൻറ്റിലുള്ള ആൾക്കാരെയും എത്രയും വേഗം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവരെ നമുക്ക് ബാക്ക് ടു നോർമൽ ലൈഫ് കൊണ്ടുവരാൻ പറ്റും. നമ്മളിപ്പോൾ പലപ്പോഴും ഈ പറയുന്നത് പോലെ നാർക്കോട്ടിക് സെല്ല് അല്ലെങ്കിൽ ഈ പറയുന്ന കോസ്റ്റ് ഗാർഡ്, പോലീസ്, എക്സൈസ് ഒക്കെ അറസ്റ്റ് ചെയ്യുന്നതൊക്കെ ഈ പറയുന്ന കോളേജ് സ്റ്റുഡൻസും സാധാരണക്കാരായ ആൾക്കാർ മാത്രമാണ്. പക്ഷെ ഒരു വലിയ ലോബി ഇതിന്റെ പിന്നിലുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഡിബേറ്റിൽ കമാൽ പാഷ എന്ന് പറയുന്ന മുൻ ന്യായാധിപൻ പറഞ്ഞത്, മറ്റ് രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഒരാളെ കിട്ടിയാൽ മതി, അതിൽ നിന്ന് പിടിച്ച് അവർക്ക് പോകാൻ അറിയാം. ഇത് കേരള പോലീസ് അതിൽ സമർത്ഥരാണ്, മിടുക്കരാണ്. എവിടെയാണ് കേരള പോലീസിനും എക്സൈസ് ഡിപ്പാർട്ട്മെന്റൊക്കെ തടസ്സമായി നിൽക്കുന്നത്? എന്ത് ഇതാണ്? അല്ല, എനിക്ക് ഇത് തടസ്സം എന്നല്ല എനിക്ക് തോന്നുന്നത്. ഒരു 100 ഓഫീസേഴ്സ് ഉണ്ടെങ്കിൽ ഈ 100 പേരും ജെനുവിൻ ആയിരിക്കില്ലല്ലോ. ഏതൊരു ഡിപ്പാർട്ട്മെന്റും പോലെ, പോലീസ് എന്നല്ല, ഏതൊരു ഇപ്പം നമ്മുടെ ഫാമിലിയിൽ എടുത്താൽ പോലും അങ്ങനെയാണ്. എന്ന് പറഞ്ഞ പോലെ ഇതിനകത്ത് ജെനുവിൻ അല്ലാത്ത ആൾക്കാർ
ഇതിൻ്റെ ഇൻഫർമേഷൻ നേരത്തെ തന്നെ, ഇപ്പം ഇവിടെ ഒരു ഇൻഫർമേഷൻ വരികയാണ്, ഇന്ന സ്ഥലത്ത് ഇന്ന പോലെ ഒരു സംഭവമുണ്ട്, എന്നാൽ അവിടെ പോകണമെന്ന് പറയുമ്പം ഇവിടെയുള്ള ആ ടീം റെഡി ആകുമ്പോൾ തന്നെ അവിടെ മെസ്സേജ് കിട്ടുന്നുണ്ട്. സോ ദി ആർ ഷിഫ്റ്റിംഗ് ദ വോള്യം. അവിടെ ചെന്ന് കഴിയുമ്പോൾ വളരെ തുച്ഛമായ യഥാർത്ഥ കുറ്റവാളി പിടിക്കപ്പെടുന്നില്ല. അത് ഒന്നാമത്തെ ഉണ്ടാകുമായിരിക്കും. നമ്മൾ അങ്ങനെയും കേൾക്കുന്നുണ്ട്. കാരണം ഇപ്പം നമുക്കൊരു വലിയ ഇലക്ഷൻ കഴിഞ്ഞതേ ഉള്ളൂ. ആ ഇലക്ഷന് പണം സമ്പാദിക്കാനായിട്ട് എല്ലാ പാർട്ടികളും അധാർമിക മേഖലകളിലൂടെ കൈനീട്ടാറുണ്ട്. അവരിൽ നിന്ന് പണം സ്വീകരിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകരുതെന്ന് പറയാൻ അവർക്ക് പറ്റും. അതെ അതെ. അപ്പൊ ഇതിനകത്ത് ഏതൊക്കെ ലോബികളാണ് ഇൻവോൾവ് എന്നുള്ളത് വന്നിട്ട് വ്യക്തമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അതിന് ഒരു കാരണം, ഒരു വ്യക്തി പിടിക്കപ്പെട്ടാൽ അത് പ്രോബ് ചെയ്ത് പുറകോട്ട് പോകുന്നത് നമ്മൾ അധികം കേൾക്കുന്നില്ല. ഇപ്പൊ ഒരു സ്ഥലത്ത് ഒരു ഹ്യൂജ് ക്വാണ്ടിറ്റിയോടെ ആ സാധനം കണ്ടെത്തി, പിടിച്ചു, കേസാക്കി, പിന്നെന്താ സംഭവിച്ചോ നമ്മൾ അറിഞ്ഞോ? മാധ്യമങ്ങളിൽ പോലും പിന്നെ ഫോളോ അപ്പ് ഇല്ല, ഒരു ഫർദർ അപ്ഡേഷനെ എവിടെയും ഇല്ല. ആരും അതിനെ കുറിച്ച് ബോധവല്ല. ഈ കോടതിയിൽ നിന്ന് പലപ്പോഴും നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അവരൊക്കെ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാധ്യമങ്ങളിൽ, ഇപ്പൊ മലനാട് TV ഈ കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരു സ്ഥിരം പ്രോഗ്രാമിലേക്ക് കൂടെ ചിന്തിക്കുന്നുണ്ട്. അതിനൊക്കെ കാരണക്കാരി മൈ ഓപ്പണർ ആയതും ഡോക്ടർ ഗീത ജേക്കബിന്റെ ഇടപെടലാണ്. അത് ശരിക്കും പറഞ്ഞാൽ മലനാട് ജീവിയെ സംബന്ധിച്ചിട്ട് പറയുമ്പം പലപ്പോഴും നമ്മുടെ കോർട്ടിലൊക്കെ ഇതിനെക്കുറിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുന്നുവെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല, അല്ലേ? ഇവിടെ ഏതെങ്കിലും സെലിബ്രിറ്റി അറസ്റ്റിലാവുകയോ അല്ലെങ്കിൽ കാര്യങ്ങളാണെങ്കിൽ അയാള് എന്ന് ജാമ്യത്തിൽ ഇറങ്ങി വീട്ടിലെത്തി, അല്ലെങ്കിൽ അവരുടെ വ്യക്തിപര ജീവിതം, ഇതൊക്കെ അറിയാനാണ് നമ്മൾ കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. അതിന്റെ ഫോളോ അപ്പ് കൃത്യം വരികയും ചെയ്യും. ആ ഫോളോ അപ്പ് ഇത്തരം കാര്യങ്ങളും കൂടെ മീഡിയകൾ നമ്മുടെ സാമൂഹിക തിന്മ പോയിന്റ് ഔട്ട് ചെയ്യുന്നവരത്ത് അത് എന്തുമാകട്ടെ, റേപ്പ് കേസ് ആകട്ടെ, ഒരു മർഡർ ആകട്ടെ, എപ്പോഴാണ് നമ്മൾ അറിയാറുണ്ടോ? അറിയുന്നില്ല. അടുത്തത് നമ്മുടെ നിയമവും അത്ര ഇതിനകത്ത് സ്ട്രെങ്തൻ ആയിട്ടുള്ളൂ. ഞാൻ നമ്മുടെ കമൽ ഭാഷ സാറിനോട് ചോദിച്ചിരുന്നു. അപ്പൊ അദ്ദേഹം ഒന്ന് സൂചിപ്പിച്ചത് നിയമം നല്ല നിയമം തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ. ഇവിടെ ഉള്ള ചട്ടക്കൂടുകളൊക്കെ കറക്റ്റ് ആണ്, പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നത് എന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് പിന്നെ ഒരു കാര്യമുണ്ട്. കാരണം ഇന്ത്യൻ ഭരണഘടന എഴുതിയത് 47 മുമ്പാണ്, അല്ലെ? അന്ന് ഈ സിന്തറ്റിക് ഡ്രഗുകൾ അത്രയധികം വന്നിട്ടില്ല. പക്ഷേ ആ ഒരു അന്നത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എഴുതിയിട്ടുള്ള നിയമങ്ങൾ ഭേദഗതി ചെയ്യേണ്ട, ചട്ടങ്ങൾ കാലാകാലങ്ങളെ ഭേദഗതി ചെയ്യേണ്ടതിന്റെ കാരണത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ശിക്ഷാവിധിയും കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, നേരത്തെ സൂചിപ്പിച്ച പോലെ അറബ് രാജ്യങ്ങളിൽ ഒരു അല്പം കഞ്ചാവോ അല്ലെങ്കിൽ മയക്കുമരുന്ന് ഏതെങ്കിലും ഒന്ന് കയ്യിൽ വെച്ചാൽ തല കാണില്ല, അല്ലെങ്കിൽ ജീവനം പോയി. ജീവിതകാലം മുഴുവൻ അവനെ ജയിലിലിട്ടിട്ട് അവൻ അവിടെ നിന്ന് ഒരിക്കലും ഊരി വരാൻ പറ്റില്ല. അപ്പൊ ആ രാജ്യങ്ങൾ തന്റെ പ്രജകൾക്ക് അത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ടല്ലേ അതില് ഈ പറയുന്ന പിന്നെ എന്താണ് പ്രതിയെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നത്. അത് അറബ് രാജ്യങ്ങളിൽ ജനങ്ങൾക്ക് മുമ്പിൽ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇത് മറ്റുള്ളവർക്ക് താക്കിയതാകട്ടെ എന്ന് കരുതി. എന്തുകൊണ്ട് നമ്മുടെ ഈ പറയുന്ന കടുത്ത ശിക്ഷകൾ ഈ രംഗത്ത് വരുന്നില്ല? അല്ല, അതിന് ഇത് ബന്ധപ്പെട്ട പല നിയമങ്ങളും ഇപ്പൊ ഒവ്വൊരു ഏരിയയിലും തിരുത്തി എഴുതപ്പെട്ട് വരുന്നു. പല നിയമങ്ങളും ഈ പറഞ്ഞ അന്നേ കാലത്ത് സൃഷ്ടിച്ച നിയമങ്ങളെല്ലാം ഔട്ട്ഡേറ്റഡ് ആണ്. അത് അന്നേരത്തെ സാഹചര്യത്തിന് അത് ഓക്കെ ആയിരുന്നു. ഇപ്പൊ പല മാറ്റങ്ങളും വന്ന സ്ഥിതിക്ക് ഇതെല്ലാം തിരുത്തി എഴുതപ്പെടണം. അതിനുവേണ്ടിയാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സംഘടന വഴിയെ നമ്മൾ ശ്രമിക്കുന്നത് അതിനാണ്. ഇതിനുള്ള ഒരു ടോട്ടൽ ഫോഴ്സ്, അതായത് നമ്മുടെ സൊസൈറ്റിയുടെ ഒരു കുഴപ്പം എന്താണെന്നറിയോ? എന്ത് സംഭവിക്കുമ്പോഴും അത് എന്ത് തന്നെ ആയിക്കോട്ടെ, എനിക്കൊന്നും പറ്റിയില്ലല്ലോ, എൻ്റെ വീട്ടിന് ഇത് എഫക്റ്റ് ചെയ്യുന്നില്ലല്ലോ, സോ വൈ ഷുഡ് ഐ ബോദർ? ഈ സാമൂഹിക ചിന്താഗതി ഒന്ന് മാറണം. ഇന്ന് അപ്പുറത്തെ വീട്ടിൽ സംഭവിച്ചത് നാളെ എൻ്റെ വീട്ടിൽ സംഭവിക്കാം എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടെങ്കിൽ അതെ നമ്മൾ അതിലോട്ട് ഇറങ്ങിച്ചെല്ലും. അതൊരു വേസ്റ്റ് മാനേജ്മെന്റിന്റെ കാര്യത്തിലായിക്കോട്ടെ, എന്ത് കാര്യവും ആയിക്കോട്ടെ. എനിക്ക് എന്റെ കാര്യം, ബാക്കിയൊന്നും ഞാൻ നോക്കണ്ട. തീർച്ചയായിട്ടും. എന്തുകൊണ്ട് നമ്മൾ ആരും ഇതുവരെ അങ്ങനെ ഒരു അറ്റംപ്റ്റ് എടുക്കുന്നില്ല? ഇപ്പൊ ഒന്നും വേണ്ട, സ്ത്രീകൾക്കെതിരെയുള്ള പീഡനത്തെ കുറിച്ച് ഒത്തിരി ശബ്ദങ്ങൾ ഉയർന്നപ്പം നിയമം തിരുത്തി എഴുതപ്പെട്ടില്ലേ? അതുപോലെ ഇതും ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. പക്ഷെ ഇത് നമ്മൾ മറയ്ക്കുകയാണ് ചെയ്യുന്നത്. ആഫ്റ്റർ 3.5 decades back എന്ത് തോന്നുന്നു? സങ്കടം തോന്നുന്നു. വളരെ വേദനയോടെ പറയുന്ന ഒരു കാര്യമാണിത്. കാര്യം ഈ ഓടി നടന്ന് ഇതൊരിക്കലും ഞാൻ വന്നിട്ട് ഒത്താലൊത്ത് ചെയ്തു എന്നല്ല ചെയ്യാറ്. അത്രത്തോളം ഇറങ്ങിച്ചെന്ന് എൻ്റെ ലൈഫ് റിസ്ക് പോലും വകവയ്ക്കാതെ
35 വർഷം പുറകോട്ടെന്ന് പറയുമ്പോൾ എത്ര ഇളം പ്രായത്തിൽ തുടങ്ങിയെന്നുള്ള ഊഹിക്കാം. അന്ന് ഇന്നത്തെ പോലെയുള്ള ഫെസിലിറ്റി പോലും ഇല്ല. ഇന്നിപ്പം നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നമുക്കൊന്ന് വിളിച്ചാൽ ഒരു വിളിപ്പുറത്ത് ആൾ വരാനുള്ള ഫോണും ഫെസിലിറ്റിയും ഒക്കെ ഉണ്ട്. അന്നേ സമയത്ത് അതൊന്നുമില്ല. ഒരിടത്ത് പെട്ടുപോയാൽ പെട്ടു. അത്രയും ലൈഫ് ത്രെട്ടും ഉണ്ടായിരുന്നു. ഇതെല്ലാം ഉണ്ടായിട്ടും പല രീതിയിൽ നമ്മൾ കടന്നു വന്നപ്പോഴും അതിലോട്ട് ഉറച്ചു നിന്നത് അങ്ങനെ ഒരിക്കൽ നമ്മൾ സമൂഹമാകരുതെന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. എന്നെ കൊണ്ട് പറ്റി ഒരാളെങ്കിലും രക്ഷപ്പെട്ടാൽ, കാരണം ഞാൻ കാണുന്ന ആദ്യത്തെ വിക്ടിം എൻ്റെ അന്നേരത്തെ അതേ പ്രായത്തിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയാണ്. ആ കണ്ട സങ്കടമാണ്, അന്ന് എടുത്ത തീരുമാനമാണ്. എന്നെ കൊണ്ട് പറ്റുന്നിടത്തോളം വാട്ട് എവർ ദ ബെസ്റ്റ് ഐ ക്യാൻ, ലെറ്റ് മീ ഡു ഇറ്റ്. അത് ചെയ്ത് ഇവിടെ വരെ വരുമ്പോഴും ഈ ഓട്ടക്കലത്തിൽ വെള്ളം ഒഴിച്ച പോലെ ആയിരുന്നു. വെള്ളം ഉള്ളിൽ നിൽക്കുന്നില്ല. പെഡലേഴ്സാണ്. പെഡലേഴ്സ് നമുക്ക് പ്രത്യക്ഷത്തിൽ വന്ന് നമ്മളുടെ ആരെ കത്തിച്ചുകൊണ്ടില്ല. നമ്മളുടെ എന്താ പറയുക, ഇപ്പം എന്നെ ഒരു പ്രാവശ്യം വീട്ടിനകത്തിട്ട് പൂട്ടിയിട്ടുണ്ട്. പണ്ടൊക്കെ ഇന്നത്തെ പോലെയുള്ള ഈ കീ ഹോൾ ഇട്ട് പൂടുന്നതല്ല, ഓടാമ്പൽ ഇട്ട് പൂട്ടുന്ന വീടാണല്ലോ. അപ്പം നമ്മൾ വീട്ടിനകത്തുണ്ടെങ്കിൽ പുറത്ത് ലോക്കിൻ്റെ ആ ഒരു പ്രൊവിഷൻ കിടക്കുകയാണ്. അങ്ങനെ വീട്ടിലിട്ട് പൂട്ടിയിട്ടുണ്ട്. എൻ്റെ കാറ് ടയറെല്ലാം 4 ടയറും പഞ്ചറാക്കി രാത്രി ഒരു സ്ഥലത്ത് ഞാൻ ട്രീറ്റ്മെൻറ്റിന് പോയതാണ്. അവിടെ ഒരു കുറച്ച് ഉള്ളിലേക്ക് ഒരു ഇതിലേക്ക് പോകണം. കാറ് മെയിൻ റോഡിലിട്ടൊന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ 4 ടയറും പഞ്ചറാ. വിളിക്കാൻ ഫോൺ ഫെസിലിറ്റി പോലും ഇല്ല. അന്നുള്ള STD ബൂത്ത് എന്ന് പറയുന്നത് വൈകുന്നേരം ആകുമ്പോൾ അടച്ചുകൂട്ടി പോകും. പിന്നെ എന്തുകൊണ്ട് അവരെന്നെ കാറ് വരെ യാത്രയാക്കാൻ വന്നവർ അവർ പറഞ്ഞ് ഒരു വീട്ടിൽ പോയി ഫോൺ ചെയ്ത് ബാക്കിയുള്ള ആൾക്കാർ വന്ന് ഓരോരോ ടയറായിട്ട് പഞ്ചർ ശരിയാക്കിയാണ് കൊണ്ടുവന്ന് ഞാനന്ന് പോകുന്നത്. അതുവരെ ആ കുടുംബക്കാരെ സഹകരണത്തിനുണ്ടായിരുന്നു, സമ്മതിച്ചു. പക്ഷേ പലപ്പോഴും പല സ്ഥലത്തും ഇതെല്ലാം 1-2 ഇൻസിഡൻസ് ഞാൻ പറയുന്നതേ ഉള്ളൂ. പല ഇൻസിഡൻസും ഞാൻ പറയാത്തത് മറ്റുള്ളവർക്ക് ഐഡിയ കിട്ടണ്ട എന്നുള്ളത് കൊണ്ടാണ്, പുതിയ ഐഡിയ കിട്ടണ്ട എന്നുള്ളത് കൊണ്ടാണ്. ആ ഒരു ചലഞ്ചസ് എല്ലാം ഫേസ് ചെയ്ത് ഇത്രയും ദൂരം വരുമ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എന്താണെന്നറിയാം, നമ്മൾക്കൊന്നും നേടണമെന്നല്ല. ഇനി 2 കുഞ്ഞുങ്ങളെങ്കിലും ഇങ്ങനെ പോയി പെടാതിരിക്കട്ടെ, 2 പേരൻസ് എങ്കിലും നാളെ കരയാനിടയാതിരിക്കട്ടെ. പ്രത്യേകിച്ച് ട്രീറ്റ് ചെയ്ത് രക്ഷപ്പെട്ട് ഈ കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് ഒരു നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരുമ്പോൾ ചില കുട്ടികളുടെ ഫാമിലി എന്ന് പറയുകയാണ്, അല്ലെങ്കിൽ ഒട്ടുമുക്കാലും ആ പേരൻസ് വന്ന് നമ്മളെ തൊഴുകയോടെ ഒന്ന് കണ്ണ് നിറഞ്ഞ് പറയുന്ന വാക്കുകളുണ്ട്. ദൈവമേ എന്നറിയാതെ വിളിച്ചു പോകും നമ്മൾ മനസ്സുകൊണ്ട്. കാരണം ആ പേരൻ്റ് അനുഭവിച്ച വേദന എന്താണെന്നുള്ളത് ഒരു പേരൻ്റ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഊഹിക്കാൻ പറ്റി. അന്ന് ഞാൻ കണ്ടത് ഒരു കൊച്ചു പെണ്ണായിട്ടാണ്. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ആരും, നമ്മളുടെ ഒരു കുടുംബവും പോകാതിരിക്കാനാണ് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നത്. നിങ്ങളെല്ലാം നിങ്ങളുടെ പങ്കെന്ന് പറയുന്ന ഒന്ന് ശബ്ദമുയർത്തു. ഇതിനെതിരെയുള്ള നിങ്ങളുടെ ഒബ്ജക്ഷൻ ഒന്ന് ശബ്ദമുയർത്തു. അതിലേക്ക് നമുക്ക് എന്താണ് സഹായിക്കാൻ പറ്റുന്നത്, ആ ഒരു കൊച്ചു കോൺട്രിബ്യൂഷൻ അത് ചെയ്യുക. നിങ്ങളുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൂടുതൽ സമയം കണ്ടെത്തുക, അവരോട് കുറച്ചുകൂടെയൊക്കെ സംസാരിക്കുക. അവർ ഏത് ഗ്രൂപ്പിലാണ് ചെന്നപ്പെടുന്നത് നമ്മൾ അറിയണം. നമ്മൾ അറിയുന്നില്ല. നമ്മൾ എന്താ പറയുന്നത്, ഞാൻ വളരെ കഷ്ടപ്പെട്ട് നടന്നു പോയി ഇത്ര കിലോമീറ്റർ പോയാൽ പഠിച്ചത്, എൻ്റെ കുഞ്ഞിന് അത് വരണ്ട, എൻ്റെ കുഞ്ഞിന് ലക്ഷറി കൊടുക്കണം. അപ്പോൾ എന്ത് വേണം, 2 പേരൻസും വർക്ക് ചെയ്യണം. ഈ ഓട്ടത്തിനിടയിൽ നമ്മളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ് കൂട്ടാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കളർഫുൾ ലൈഫ് അതിലോട്ട് കൊണ്ടുവരാൻ ഓടുമ്പം ഈ അച്ഛനും അമ്മയും 2 പേരും ബിസിയാണ്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സമയമില്ല. പണ്ടത്തെ പോലെ കൂട്ടുകുടുംബവുമല്ല. കൂട്ടുകുടുംബമാണെങ്കിൽ അച്ഛനും അമ്മയും ഇല്ലെങ്കിലും ഇവിടെ തിരിച്ചു വരുമ്പോൾ മുത്തച്ഛനുണ്ട്, മുത്തച്ഛി ഉണ്ട്, അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ സഹോദരങ്ങളുണ്ട്. ഇതൊന്നുമില്ല. ഈ കുഞ്ഞുങ്ങളുടെ ഒറ്റപ്പെടൽ ഇതാണ് മറ്റുള്ളവർ ചൂഷണം ചെയ്യുന്നത്. ഇത്രയേറെ സോഷ്യലി ഇൻവോൾവ് ചെയ്ത് 3.5 പതിറ്റാണ്ട് കാലം ജീവിതം ഹോമിച്ചു തന്നെ പറയാം. മറ്റുള്ള കാര്യങ്ങളൊന്നെല്ലാം മാറി സ്വന്തം അല്ലേ നമ്മുടെ ലൈഫിന്റെ പാറ്റേണിൽ ഒരു ജീവകാരുണ്യ പ്രവർത്തക അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു സന്നദ്ധ പ്രവർത്തകയുടെ റോൾ അണിഞ്ഞ് മുന്നോട്ട് വരികയായിരുന്നു. ശരിക്കും ഈ പറഞ്ഞ പോലെ ഇത് ആരംഭിക്കാനൊരു കാരണം ഉണ്ടാകണമല്ലോ. അതെ, അതായിരുന്നു ഞാൻ പറഞ്ഞത്. കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞ അതേ വാക്കുകൾ. എൻ്റെ അന്നേരത്തെ ആ ടെൻഡർ ഏജിലുണ്ടായിരുന്ന ഒരു കൂട്ടുകാരി ഇതിൻ്റെ ഗ്യാങ്ങിൽ ചെന്നുപെട്ടു. ആൻഡ് ഷീ വാസ് റേപ്ഡ്, ഗ്രൂപ്പ് റേപ്ഡ് ആൻഡ് ഷീ വാസ് എ കൺസ്യൂമർ. ഈ ഒരു കുട്ടിയുടെ അവസ്ഥ അന്നൊന്നും ഇന്നത്തെ പോലെ ഒന്നും നമ്മൾ ഈസി ആയിട്ട് പറയാറില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവനവൻ്റെ ഉള്ളിൽ മിഴുങ്ങുന്നതേ ഉള്ളൂ. ഇത് വളരെ ഇത് വളരെ അടുത്ത കൂട്ടുകാരിയായിരുന്നു. ഞാനിങ്ങനെ ചകഞ്ഞ് ചോദിച്ച് മനസ്സിലാക്കി അറിഞ്ഞതാണ്. ആ കുട്ടിയാണെങ്കിൽ ഒരു NRI പേരൻസിൻ്റെ മോളാണ്. അപ്പോൾ ആ കൊച്ചിനിവിടെ ചോദിക്കാൻ ഡയറക്റ്റായിട്ട് ആരുമില്ല. ഈ കൊടുത്ത വ്യക്തിയും ഈ കുട്ടിയെ ദുരുപയോഗപ്പെടുത്തിയ വ്യക്തിയും ഈ കുട്ടി
പേരൻസിൻ്റെ അടുത്ത് പോയി തിരിച്ച് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്ത് വന്നപ്പം ഫ്ലൈറ്റിൽ വെച്ച് കണ്ട ഒരു വിദേശിയാണ്. ഏത് രാജ്യക്കാരനാണെന്ന് പോലും ഞാൻ പറയുന്നില്ല. ആ വ്യക്തി ഈ കുട്ടിയായിട്ട് പരിചയപ്പെട്ടു, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അവർ ഡെവലപ്പ് ചെയ്തെടുത്തു. ബട്ട് ഹി വാസ് എ കാരിയർ. അവൻ ആ രാജ്യത്ത് നിന്ന് ഇങ്ങോട്ട് കടത്തിക്കൊണ്ടുവന്നിരുന്നു. ഇന്നത്തെ പോലെ ഇത്രയും വിജിലൻ്റ് ആയിട്ടുള്ള നമുക്കും കസ്റ്റംസിലൊന്നും സംവിധാനങ്ങളും കുറവായിരുന്നു തോന്നുന്നു. എന്താണേലും ഹി വാസ് എ സപ്ലയർ. ഇവൻ ഈ കുട്ടിയായിട്ട് പ്രേമം അഭിനയിച്ചു, അടുത്തു, ആ കുട്ടിക്ക് കൊടുത്തു. അത് കഴിഞ്ഞ് അവൻ്റെ കൂട്ടുകാരെല്ലാം കൂടി ആയിട്ടുള്ള ഒരു റേപ്പും എല്ലാം സംഭവിച്ച് ആ കൊച്ചിൻ്റെ ജീവിതം തന്നെ തകർന്നു പോയി. പഠിത്തം നിർത്തി, വളരെ ബ്രില്യൻ്റ് ആയിരുന്ന കുട്ടിയാണ്. പഠിത്തം നിർത്തിയ കുട്ടി പേരൻസിൻ്റെ അടുത്തേക്ക് തിരിച്ചുപോയി. ഷീ വാസ് അണ്ടർ ട്രീറ്റ്മെൻറ്റ് ഫോർ എ ലോങ് ടൈം. ഈ ഗ്രൂപ്പ് റേപ്പ് കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇപ്പം എവിടെയാണ് ആ കുട്ടീന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. അങ്ങനെയുള്ള പഴയ എക്സ്പീരിയൻസ് ഇപ്പോഴും ഒരു പക്ഷേ ഞാനായിരുന്നു ആ പെണ്ണിൻ്റെ സ്ഥാനത്ത് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ ലൈഫ് റിസ്ക് ഒന്നും ചിന്തിക്കില്ല. അല്ലെങ്കിൽ അത്രയും സമയം കൂടെ എനിക്ക് എൻ്റെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തുകൂടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബെനിഫിറ്റിലോട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൂടെ എന്ന് ചിന്തിക്കാൻ തോന്നില്ല. കാര്യം അറിയാതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ട്രിഗർ ചെയ്ത് ഈ ഓർമ്മ മനസ്സിൽ വരുമ്പം ഇനി ഒരു പെൺകുട്ടി അതിന് കാരണമാകരുത് എന്നുകൊണ്ട് ആൺപിള്ളേരായിക്കോട്ടെ എന്നല്ല ഞാൻ പറയുന്നത്, ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ, ഒരു അച്ഛനും അമ്മയും നാളെ കരയാനിടയാകരുത്. എന്നെക്കൊണ്ട് ഒരാളെയെങ്കിലും രക്ഷിക്കാൻ പറ്റിയാൽ മരിച്ചു പോകുമ്പോൾ നമുക്ക് എന്താണ് ഇവിടെ ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു വാക്കിനോട് ന്യായീകരണം വേണമല്ലോ, അത്രേ ആഗ്രഹിക്കുന്നുള്ളൂ. തീർച്ചയായിട്ടും ഈ ഒരു ഇന്റർവ്യൂ ഏതെങ്കിലും ലോകത്തിരുന്ന ആ പെൺകുട്ടി കാണുന്നുണ്ടെങ്കിൽ, എക്സ് എന്ന് പറയുന്നത് നമുക്ക് വിളിക്കാം, അതെ, ആ കുട്ടി കാണുന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഒരു വലിയ സല്യൂട്ട് നമ്മുടെ നേർക്കുണ്ടാവും. അവൾ സന്തോഷത്തോടു കൂടിയാണ് ജീവിക്കുന്നതെങ്കിൽ അല്ലേ, ഡോക്ടർ ഗീത ജേക്കബിനെ അവൾ സല്യൂട്ട് ചെയ്യുന്നുണ്ടാവും. അത്തരം ഒരു സല്യൂട്ട് സമൂഹത്തിൽ നിന്ന് എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ധാരാളം ധാരാളം, അതെ, എണ്ണമറ്റ റെക്കഗ്നീഷൻസ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ അതിനേക്കാളൊക്കെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന റെക്കഗ്നീഷൻ എന്ന് പറയുന്നത് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പോകുമ്പം ആ കുട്ടിയോ ആ അഡിക്റ്റോ പേരൻസോ പറയുന്ന വാക്കുകളാണ്. അതിനു മുമ്പിൽ ഒരു റെക്കഗ്നീഷനും ഒന്നുമല്ല. കാര്യം മനസ്സിൽ തട്ടിയ അവരുടെ ആ കണ്ണീരിൻ്റെ വാക്കുകളുണ്ടല്ലോ. തമിഴ്നാട്ടിൽ ധാരാളം കിട്ടിയിട്ടുണ്ട്. അതെ, കോയമ്പത്തൂരായിരുന്നു. അതേപോലെ തമിഴ്നാടിന്റെ പല സ്ഥലങ്ങളിലും പ്രവർത്തിച്ചിട്ടുണ്ട് സർക്കാർ തലത്തിൽ. അവിടുന്ന് ധാരാളം കേരള സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ശ്രദ്ധയിലും ഇത് വരണം അല്ലേ. ഇതേപോലെയുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ ഒരു എന്താ പറയുന്നത്, സോഷ്യലി ഇൻവോൾവ് ചെയ്യുന്ന ഒരാൾ സമൂഹത്തിന്റെ സ്വത്തായിരുന്നു. അപ്പൊ നമുക്ക് അവരെ സംരക്ഷിക്കേണ്ടതിന്റെയും അവരെ അതിന് പ്രോത്സാഹിപ്പിക്കേണ്ട ചുമതല സമൂഹത്തിനുള്ളതാണ്. അത് ഈ പറഞ്ഞ ഓരോ റെക്കഗ്നീഷനായിട്ടൊക്കെ വരണം. അങ്ങനെ പറയുമ്പം എനിക്ക് ഇടയ്ക്ക് ഒരു ഡയലോഗ് പറയേണ്ടി വരും. ചില സ്ഥലങ്ങളിൽ നമ്മൾ ഇതിൻ്റെ അവൈലബിലിറ്റി ഉണ്ടെന്ന് കാണുമ്പം ഡിപ്പാർട്ട്മെൻറ്റിനെ അപ്രോച്ച് ചെയ്യാറുണ്ട്. ഇത്തിരി ബാക്കിലോട്ടുള്ള കഥയാണ്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. ഞാൻ അതേപോലെ അപ്രോച്ച് ചെയ്ത ഉദ്യോഗസ്ഥർ എന്നോട് പറഞ്ഞിരിക്കുന്നത് തന്നെ എത്ര ക്വാണ്ടിറ്റി കാണും, എന്നാൽ ഞങ്ങൾ വന്നാൽ മതിയല്ലോ, കൊച്ചു കൊച്ചു കാര്യങ്ങൾ കൊണ്ട് ഞങ്ങളിപ്പോൾ വന്ന് തലയിടേണ്ട കാര്യമുണ്ടോ. പക്ഷേ അവർ മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്, 1 കിലോഗ്രാം എന്ന് പറഞ്ഞ ഒരു ക്വാണ്ടിറ്റി ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ചെറിയ ആംപ്യൂൾ എന്തുമായിക്കോട്ടെ, ദാറ്റ് ഈസ് ഇനഫ് ഫോർ 1 person ടു സ്റ്റാർട്ട്. അവരുടെ ജീവിതം നശിക്കാനുള്ള ആദ്യത്തെ പടിയാണത്. എന്തുകൊണ്ട് നമ്മൾ ആ സ്റ്റേജ് പോലും ഒരു എഫേർട്ട് എടുക്കുന്നില്ല? ഒരു 50 കിലോ അല്ലെ 100 കിലോ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് സീസ് ചെയ്യാൻ വന്നു, അതിന് നേരെ ഞാനൊരു നിയമ നടപടി എടുത്തു എങ്കിൽ എൻ്റെ തൊപ്പിക്ക് ഒരു പൊന്തുവൽ കൂടി ആയിക്കോട്ടെ എന്ന് ചിന്തിക്കുന്നതല്ലാതെ എന്തുകൊണ്ട് നാളെ എൻ്റെ കുഞ്ഞിനും സംഭവിക്കാവുന്നതല്ലേ. ഞാനും ഒരു ശരാശരി വ്യക്തിയാണല്ലോ, എന്ത് ഔദ്യോഗിക തലത്തിൽ ഇരുന്നാലും ഇത് ഔദ്യോഗിക തലത്തിൽ അവരും ഒരു ഇമോഷണൽ ഫ്രണ്ടിൽ കാണണം. തീർച്ചയായിട്ടും. എന്തായാലും ഇതൊരു ഭീകരമായ ഒരു തീവ്രവാദ പ്രവർത്തനം തന്നെയാണ് രാജ്യത്ത് നടക്കുന്നത്, എസ്പെഷ്യലി കൊച്ചിയിൽ നടക്കുന്നത്. കൊച്ചി ഇതിന്റെ ഒരു ഹബ്ബായിട്ട് മാറിയിട്ടുണ്ട് ലോകത്തിൽ. ഏറ്റവും വളരെ വേഗത്തിൽ കൊച്ചിക്ക് അങ്ങനെ ഒരു കുപ്രസിദ്ധി കൂടി ഉണ്ടാകും. ഏറ്റവും കൂടുതൽ യുവജനങ്ങൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ദേശം ഏതാണെന്ന് ലോക ഭൂപടത്തിൽ കൊച്ചിയിലെ കൺസംഷൻ എന്ന് പറയുമ്പം ഉണ്ടെന്ന് പറഞ്ഞാലും ഈ വരുന്നത് പല സ്ഥലങ്ങളിൽ നിന്നാണ്. കൊച്ചിയിലെ കൺസംഷൻ കൂടുതലാണ്. കാര്യം ഇവിടെ നമ്മൾ കമ്പാരിറ്റീവ്ലി ഇവിടുത്തെ സ്പേസ് അതുപോലെയാണ്, ഇവിടുത്തെ ജീവിത രീതി അങ്ങനെയാണ്. അതിന് പറ്റിയ പോലെ നമ്മൾ ആ ഒരു കോപ്പിംഗ് ആറ്റിറ്റ്യൂഡ് വളരെ കൂടുതലാണ്. പൊതുവെ മലയാളിക്ക് ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇച്ചിരി കൂടുതലാണ്. തീർച്ചയായിട്ടും. എന്തായാലും കുറേ സംഘടനകൾ കടന്നു വരുന്നുണ്ട്. എല്ലാം ഈ ചർച്ചകളിലും അതുപോലെ തന്നെ കുറേയധികം ആളുകൾക്കുള്ളിൽ ശീതീകരിച്ച് മുറികളിൽ ഇരുന്ന് മാത്രം ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കിടയിലാണ് ഡോക്ടർ ഗീത ജേക്കബ് പോലെയുള്ള ഒരു ജനങ്ങൾക്കിടയിലേക്ക് പോയി അവരുടെ വീടുകളിലേക്ക്, നേരത്തെ പറഞ്ഞ പോലെ കുഗ്രാമങ്ങളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ കാറിന് ടയർ അടക്കം നശിപ്പിച്ച് വെച്ചിരിക്കുന്ന സാഹചര്യങ്ങളെ കൂടെ അതിജീവിച്ചിട്ടാണ് ഈ ജൈത്ര യാത്ര മുന്നോട്ട് പോകുന്നത്. എന്തായാലും അതുകൊണ്ട് തന്നെയാണ് മലനാട് ജീവി കഴിഞ്ഞ വർഷം ഞങ്ങളുടെ നാഷണൽ ഇൻ്റഗ്രേഷൻ അവാർഡുകളിൽ ഒന്ന്
അവിടെ ഡോക്ടർ ഗീത ജേക്കബിനെ സമർപ്പിച്ച് നന്ദിയോടെയും സന്തോഷത്തോടെയും ഓർക്കുന്ന ഒരു ദിവസമാണത്. തീർച്ചയായിട്ടും. എന്തായാലും അതൊക്കെ അത്തരം ഓരോ പുരസ്കാരങ്ങളും ഈ യാത്രയിൽ കൂടുതൽ മൈലേജുകൾ കിട്ടുന്നതാണ് ഉപയോഗപ്പെടുത്തുന്നത്. കൂടുതൽ ദൂരങ്ങൾ സഞ്ചരിക്കണം ഇനിയുമുണ്ട്. മൈൻസ് ടു ഗോ ബിഫോർ ദി സ്ലീപ്പ് എന്ന് പറയുന്ന പോലെ ഇനിയും നമുക്ക് ഒരുപാട് യാത്രകൾ ചെയ്യേണ്ടതുണ്ട്. അവിടെയൊക്കെയുള്ള യാത്രക്കിടയിൽ ഇത്തരം മാധ്യമ ഇടപെടലുകൾ ഗവൺമെന്റിന്റെ ഏതൊക്കെ ഏജൻസികളാണ് അവരുടെയൊക്കെ ഓപ്പണർ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം നേരത്തെ സൂചിപ്പിച്ചാൽ എനിക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല, കഴിഞ്ഞ ദിവസം ഒരു വേൾഡ് ഈ പറഞ്ഞ ആന്റി ഡ്രഗ്സ് ഡേക്ക് നമ്മളൊരു ഡിബേറ്റ് ഡോക്ടർ ഗീത ജേക്കബ് ഇനിഷ്യേറ്റീവ് എടുത്ത് ഇന്ന ആൾക്കാരെയൊക്കെ ക്ഷണിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലരെയും വിളിച്ചു. പല ഓഫീസേഴ്സും റിട്ടയർഡ് ഓഫീസേഴ്സ് ഇപ്പോഴും വായിക്കുന്നുണ്ട് അത് തുറന്നു പറയാനായിട്ട്. അപ്പൊ അവർക്ക് അതിന് മടിയുണ്ട്. അവിടെയാണ് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ രണ്ടുപേരും ഉണ്ടായിരുന്നു. ഇവിടെ വെച്ച് നമ്മളൊരു പ്രോഗ്രാം ചെയ്തായിരുന്നല്ലോ, നമ്മുടെ ഫൈനാൻസ് ഹാളിൽ വെച്ചിട്ട് ആന്റി ഡ്രഗ്സ് ഡേയുടെ അന്ന് ഓണർ ചെയ്യപ്പെടുകയൊക്കെ ചെയ്ത ദിവസം എല്ലാവരും കോരിത്തിരിപ്പിച്ചുകൊണ്ട് ഒരു പോലീസ് ഓഫീസറിന്റെ അല്ലെങ്കിൽ എക്സൈസ് ഓഫീസറിന്റെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു. സുരേഷ് ഗോപിയുടെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്ത അദ്ദേഹം വളരെ അബ്ദുൾ ബാസിത്ത്, അദ്ദേഹം വളരെ പ്രശസ്തനാണ്, ഒരു ഇൻഫ്ലുവൻസറായിട്ട് ഇപ്പം യൂട്യൂബിലൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന്റെ സ്പീച്ച് ശരിക്കും നമ്മളെ ഇൻസ്പയർ ചെയ്തു അല്ലേ? അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനി ലോകം അവസാനിക്കാൻ പോകുന്നത് ക്രിമിനലുകളെ കൊണ്ടല്ല, ക്രൈം ചെയ്തിട്ടും തൊട്ടടുത്ത് മിണ്ടാതെ തലകുറിച്ച് നിൽക്കുന്ന നമ്മളുടെ സമൂഹത്തെ കൊണ്ടാണ് ഇനി ലോകം അവസാനിക്കാൻ പോകുന്നത്. അവരിൽ ഒരാളായി മാറാൻ ഞാനില്ല എന്ന് പറയുന്ന വലിയ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു സ്പീച്ച് എന്നെ വളരെയധികം. എന്തായാലും ഈ രണ്ടുപേരുടെയും വാക്കുകളും ഡോക്ടർ ഗീത ജേക്കബിന്റെ സാക്ഷ്യപ്പെടുത്തലുകൾ ജീവിതത്തിന്റെ ഒരുപക്ഷെ ഇനിയും ഈ കരാള ഹസ്തങ്ങളിൽ അകപ്പെട്ടു പോയിട്ടുള്ള യുവാക്കളും യുവതികളും ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഓർമ്മപ്പെടുത്തലാണ്. ഇന്ന് നിങ്ങൾ നേടുന്ന ഒരു ബൂസ്റ്റർ ഉണ്ടല്ലോ, എനർജി ബൂസ്റ്റർ, അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങളുടെ മരണത്തിലേക്കുള്ള വലിയൊരു ബൂസ്റ്ററായിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. അത് മാത്രമല്ല സമൂഹത്തിൽ നിന്നും നിങ്ങളെ ഒറ്റപ്പെടുത്തുന്ന ഒരു ബൂസ്റ്ററായിട്ടാണ്. ഇന്ന് വിഷാദരോഗം എന്ന് പറഞ്ഞാൽ എന്നെ ആരും സ്നേഹിക്കാനില്ല എന്നുള്ളതൊക്കെയാണ്. അവിടെ നിങ്ങളെ സ്നേഹിക്കുവാൻ ഗീത ജേക്കബിനെ പോലുള്ള ഒട്ടനവധി ആളുകൾ ഇന്നും തയ്യാറാണ്. നിങ്ങളുടെ എല്ലാ വിഷയങ്ങളും കേട്ടിട്ട് നിങ്ങൾക്ക് നേരായ വഴി കാണിക്കുവാൻ ജീവിതത്തിൽ ഒരു തിരുനാളമായിട്ട് ഡോക്ടർ ഗീത ജേക്കബിന്റെ സുഡർ അല്ലേ പോലെ ഒരു വലിയ തീജ്വാലയായി മാറാൻ യുവാക്കളെ ഞാൻ ക്ഷണിക്കുകയാണ്. ഈ ഒരു നമ്പർ പ്രയോജനപ്പെടുത്തുക. ഡോക്ടർ ഗീത ജേക്കബിന്റെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റുകൾ ഭാവിയിൽ നല്ല നല്ല ഉപഹാരങ്ങളും സ്ഥാനമാനങ്ങളും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. മുഖങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇതേപോലെ ഒട്ടനേകം സവിശേഷതയുള്ള മറ്റു വ്യക്തികളുമായി അടുത്ത എപ്പിസോഡ് കാണാം. നന്ദി, നമസ്കാരം.